ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 12 ഡിസംബർ 2020, അതായത് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂസ് പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ജഡ്ജി സുമിത്രയോട് സ്വകാര്യമായി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. സുമിത്രേ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആരുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇപ്പോൾ തന്നെ തുറന്നു പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടത്? ആരാണ് നിങ്ങളെ നിർബന്ധിച്ചത്? സുമിത്ര തേങ്ങിക്കൊണ്ട്, അത് സാർ, ഞാൻ അദ്ദേഹത്തിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കാണുന്നു. എനിക്കത്ര വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള സമയം ഇല്ലായിരുന്നു. അച്ഛനമ്മമാരുടെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം നോക്കി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഉയരാൻ എനിക്ക് കഴിഞ്ഞില്ല സാർ. ജഡ്ജി വീണ്ടും സുമിത്രയുടെ ചോദിക്കുകയാണ്. സിദ്ധാർത്ഥ മനസ്സ് മാറി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? അദ്ദേഹത്തിൻ്റെ മനസ്സിനി മാറില്ല സർ. അങ്ങനെ മാറുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിവിടെ വരേണ്ടി വരുമായിരുന്നില്ല. അത്രത്തോളം അദ്ദേഹം എന്നിൽ നിന്നും അകന്നു കഴിഞ്ഞു. സുമിത്രയ്ക്ക് എന്തെങ്കിലും വരുമാന മാർഗമുണ്ടോ? ഒരു കട തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് സർ. അപ്പോൾ ഇതുവരെ വരുമാന മാർഗമൊന്നും ഇല്ലേ? 25 വർഷത്തെ ദാമ്പത്യം തീരുമ്പോൾ നിങ്ങൾക്ക് അർഹമായ പെൻഷൻ പോലും വേണ്ടെന്ന് വെച്ചതെന്താ? നിങ്ങൾക്കിതിന് അർഹതയുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഡിവോഴ്സ് വേണമെന്ന് ഉറച്ചു നിൽക്കുവാണോ? നിങ്ങളുടെ ഒറ്റ വാക്ക് മതി ഈ ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം സർ? അദ്ദേഹം ആഗ്രഹിക്കുന്നത് സ്വതന്ത്രനാകാനാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രനാക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിനാൽ ഈ ഡിവോഴ്സ് നടക്കണം സർ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കോടതി മുറിയിൽ ജഡ്ജിയുടെ വരവും കാത്ത് വിധിയും കാത്ത് നിൽക്കുന്നതാണ്. വേദിക വക്കീലിനോടായിട്ട് ചോദിക്കുന്നു, ഇന്ന് തന്നെ വിധി ഉണ്ടാകുമോ സാർ? വക്കീൽ ദേഷ്യത്തിൽ, ജഡ്ജിയുടെ മനസ്സറിയാനൊന്നും എനിക്ക് കഴിയില്ല. വക്കീലിൻ്റെ മറുപടിയിൽ വേദിക ആകെ ചമ്മുന്നുണ്ടെങ്കിലും ആ ചമ്മൽ തീർക്കാൻ അനന്യയോടായിട്ട് പറയുന്നു, വിധി വരുമ്പോൾ നിന്റെ അമ്മായിയമ്മയെ താങ്ങി പിടിച്ചോ. അന്ന് വീണ വീഴ്ച പോലെ ആയിരിക്കില്ല ഇന്നത്തെ വീഴ്ച. ഇന്നത്തെ വീഴ്ചയ്ക്ക് ആഘാതം കൂടുതലാ. ആംബുലൻസ് തന്നെ വേണമായിരിക്കും. വേദിക പറയുന്നത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥ സുമിത്രയെ ഒന്ന് ആക്കി ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, കോടതി സത്യസന്ധമായ വിധിയെ പറയൂ. കോടതി എനിക്ക് വിശ്വാസമാണെന്നും പറയുന്നു. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ദീപു ഇതിന് മറുപടി കൊടുക്കുന്നു. കോടതിയാണ് ഞങ്ങൾക്കും വിശ്വാസം. കോടതി ശരിയുടെ കൂടെയേ നിൽക്കൂ എന്നും പറയുന്നു. ശേഷം ജഡ്ജി വന്ന് വിധി പറയുന്നു. ഇങ്ങനെയൊരു ഡിവോഴ്സ് പെറ്റീഷൻ അനാവശ്യമാണെന്നും കോടതിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും മറ്റു ഡിവോഴ്സ് കേസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഈ കേസിൽ വിധി അടുത്ത മാസം 10 മാറ്റിവെച്ചു എന്നുമായിരുന്നു വിധി. വിധി കേൾക്കുമ്പോൾ ഇപ്പോൾ ഡിവോഴ്സ് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന വേദികയ്ക്കും സിദ്ധാർത്ഥനും സഹിക്കുന്നില്ല. വിധി പറഞ്ഞ് ജഡ്ജി പോയപ്പോൾ വേദിക ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. അടുത്ത മാസം 10ഓ? അയ്യോ സിദ്ധു, എൻ്റെ കണ്ണ് ഇരുട്ട് കയറുന്നു എന്ന് പറഞ്ഞ് ബോധരഹിതയായി വേദിക താഴേക്ക് വീഴുന്നു. വക്കീലിൻ്റെ കൈകളിൽ നിന്നും ബോട്ടിൽ വെള്ളം വാങ്ങി വേദികയുടെ മുഖത്ത് തളിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന വേദിക കാണുന്നത് തൻ്റെ ചുറ്റും നിൽക്കുന്ന സുമിത്രയെയും അനന്യയും ദീപുവിനെയാണ്. അനന്യ വേദികയോടായിട്ട്, വിധി വരുമ്പോൾ ആംബുലൻസ് വിളിക്കണമെന്ന് ആൻറ്റി പറഞ്ഞില്ലേ? ആ ആംബുലൻസ് ഉപയോഗപ്പെട്ടത് ആൻറ്റിക്കാണെന്ന് മാത്രം. ദീപു പറയുന്നു, എൻ്റെ ചേച്ചിയുടെ തകർച്ച കാണാൻ വന്ന നിങ്ങൾ ഈ വിധി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? വേദിക സുമിത്രയ്ക്ക് നേരെയാണ് ദേഷ്യം തീർക്കുന്നത്. നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞിട്ട് അകത്ത് ചെന്ന് മാറ്റി പറഞ്ഞു അല്ലേ? സുമിത്ര സിദ്ധാർത്ഥനോടായിട്ട് പറയുവാണ്, ഞാൻ എന്ത് ചെയ്തു എന്ന്? നിങ്ങളെ സ്വതന്ത്രനാക്കാൻ ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണ് ഞാൻ അകത്തും പറഞ്ഞത്. നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. നിങ്ങൾക്കെതിരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളിവിടെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സുമിത്രയും അനന്യയും ദീപുവും കാറിനടുത്തേക്ക് പോകുന്നു. പിന്നീട് വേദിക വക്കീലിനോട്, സുമിത്ര കാരണമാണ് ഡിവോഴ്സ് കിട്ടാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഡിവോഴ്സ് കിട്ടാത്തതെന്നും വക്കീൽ തിരിച്ചും പറഞ്ഞു. സിദ്ധാർത്ഥ ആകാംക്ഷയുടെ വക്കീലിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു? ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ പറയേണ്ടത്? വക്കീൽ പറയുന്നു, നിങ്ങൾ പറഞ്ഞതിലല്ല, ഭാര്യയുടെ കൂടെ ഉണ്ടു ഉറങ്ങിയും വന്നിട്ട് അവരിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഏത് കോടതി അനുവദിക്കുന്നത്? വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്നല്ലേ നിങ്ങൾ എന്നിട്ട് എന്നോടത് മറച്ചു വെച്ചു. വേദിക വക്കീലിനോടായിട്ട്, സാർ, അടുത്ത മാസം 10-ാം തീയതിക്ക് മുന്നേ ഡിവോഴ്സ് കിട്ടുമോ? നമുക്ക് വീണ്ടും ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്താലോ? വക്കീൽ ദേഷ്യത്തിൽ, എന്നെ ഇനി അതിന് കിട്ടില്ല. ഏതായാലും 10-ാം തീയതി നോക്കാം എന്ന് പറഞ്ഞ് വക്കീലും പോകുന്നു. ശേഷം കാണിക്കുന്നത് ശ്രീനിലയത്തിൽ പ്രതീഷ് ഫോണിൽ സംസാരിക്കുന്നതാണ്. അനന്യ പ്രതീഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു. പ്രതീഷ് അച്ചച്ചനോടായിട്ട്, അച്ചച്ചാ, വിധി വന്നെന്ന് അനന്യേച്ചി വിളിച്ചു പറഞ്ഞു. പ്രതീഷ് വിധിയുടെ കാര്യം പറയുന്നത് കേട്ട് മല്ലികയും സരസ്യമ്മയും അങ്ങോട്ട് വരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ വിധിയെപ്പറ്റി ചോദിക്കുന്നു. എന്നാൽ സരസ്യമ്മ പ്രതീഷിനോടായിട്ട് പറയുവാണ്, വിധി എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവർ ഡിവോഴ്സും മേടിച്ചുകൊണ്ട് ഇങ്ങ് വരും. എന്നാൽ പ്രതീക്ഷ തിരിച്ചു പറയുവാണ്, അച്ചമ്മ പ്രതീക്ഷിച്ച വിധി അല്ല വന്നത്. അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു. അച്ഛനും മല്ലികയ്ക്കും സന്തോഷമാകുന്നു. മല്ലിക കളിയാക്കിക്കൊണ്ട് പറയുവാണ്,
കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ സുമിത്ര ചേച്ചി തല ഇറങ്ങി വീണു. ഇപ്രാവശ്യം ആ വീണ സിദ്ധാർത്ഥൻ സാറോ അതോ വേദികയോ? എന്നാൽ മല്ലിക പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സരസ്വതി അമ്മ മല്ലികയെ വഴക്കു പറയുന്നു. പിന്നീട് സിദ്ധാർത്ഥിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥം വേദികയും തങ്ങൾക്ക് അനുകൂലമായി വിധി വരാത്തതിനെ തുടർന്ന് വിഷമിച്ചിരിക്കുന്നു. സിദ്ധാർത്ഥ് പറയുന്നു, സുമിത്ര ചതിച്ചിട്ടാ വിധി അനുകൂലമായി കിട്ടാത്തത്. അവൾ ജഡ്ജിയോട് സ്വതന്ത്രമായി പറഞ്ഞപ്പോൾ സ്വകാര്യമായി പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു കാണും എന്ന് പറയുന്നു. ഇനി വീട്ടിലേക്ക് ചെല്ലാൻ നാണക്കേടാണെന്നും ഡിവോഴ്സ് കിട്ടിയിരുന്നേൽ സുമിത്ര വീട് വിട്ടിറങ്ങിയേനെ എന്നൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി എങ്ങനെയും സ്വന്തം വീട്ടിൽ നിന്നേ പറ്റൂ സിത്തു, വേറെ വഴിയില്ലാഞ്ഞിട്ടാ എന്ന് വേദികയും തിരിച്ചും പറയുന്നു. രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ആർക്കെ വരുന്നു. ആർക്കെ സിദ്ധാർത്ഥിനോടായിട്ട്, ഇന്ന് സാറിൻ്റെ ട്രീറ്റ് ആണല്ലേ? വേദിക മാഡം പറഞ്ഞിരുന്നു സാറിനെന്തും ഡിവോഴ്സ് കിട്ടുമെന്നു. ഡിവോഴ്സ് കിട്ടിയോ സാർ? സിദ്ധാർത്ഥിനും വേദികയ്ക്കും ആകെ നാണക്കേടാകുന്നു. എന്നാലും വേദിക ആർക്കയോടായിട്ട് പറയുന്നു, വിധി അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. താങ്ക്സ് ഫോർ ദി ഓഫർ എന്ന് പറഞ്ഞ് ആർക്കെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ആർക്കെ പോയതിനു ശേഷം വേദിക സിദ്ധാർത്ഥനോട് പറയുകയാണ്, ആർക്കെ അറിഞ്ഞാൽ ഓഫീസ് മൊത്തം അറിയും, ആകെ നാണക്കേടായി എന്ന് പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരുപാട് ലേറ്റായിട്ട് സിദ്ധാർത്ഥ ശ്രീനിലയത്തിൽ വരുന്നു. അച്ചച്ചൻ റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധാർത്ഥനെ കണ്ട പ്രതീക്ഷ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത്രയും വൈകിയത് എല്ലാവരും ഉറങ്ങിയിട്ട് വരാമെന്ന് കരുതിയാണോ? അച്ചച്ചന് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നു, നിനക്ക് നാണമുണ്ടോ? ഭാര്യയോടൊപ്പം താമസിച്ച് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ കോടതിയിൽ പോകാൻ. നിനക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വേറെ മാറി താമസിച്ചൂടെ? എന്തിനാ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അച്ചച്ചൻ പറയുന്നത് കേട്ട് ആകെ നാണം കെട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്.